എല്ലാവർക്കും ശിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പൊ അതെ ഇന്നുണ്ടല്ലോ ഒരു നളപാചകമാണ്, കൂടെ ഒരു കുരുന്നും ഉണ്ട് ട്ടാ. ഇവര് രണ്ടുപേരും അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവമായിട്ടുള്ള യിപ്പി നൂഡിൽസ് ആണ് ട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ മിക്കവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു നൂഡിൽസ് റെസിപ്പിയാണ്. അപ്പൊ വീഡിയോ എല്ലാവരും മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യണം ട്ടാ. അപ്പൊ അതെ ഇതിനായിട്ടുണ്ടല്ലോ യിപ്പിയുടെ നൂഡിൽസ് ആണ് ട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇവിടെ ഒരു അരക്കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ 4 ബീൻസ് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറുള്ളി അരിഞ്ഞതുണ്ട്. ഇനി ഇപ്പീരെ ഒരു 4 കട്ടയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 മസാല പാക്കറ്റും കൂടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അതേ ഒരു 2.5 കപ്പ് വെള്ളം നന്നായിട്ട് തന്നെ തിളയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഉണ്ടല്ലോ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചെറുള്ളി അരിഞ്ഞതുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഉണ്ടല്ലോ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചുള്ള ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പോളം വെള്ളമാണ് നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് ഒഴിച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വരുന്ന സമയത്ത് അതിലേക്ക് ഈ മസാല പാക്കറ്റ് ഉണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ച 2 അതൊന്ന് ചേർത്ത് കൊടുക്കാട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആ ബാക്കിയുള്ള ചൂടുവെള്ളം ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് ഇതേപോലെ തിള വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഈ നൂഡിൽസിൻ്റെ ഓരോരോ കട്ടകളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാട്ടോ. ഈ കട്ടകളല്ലാതെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ പാത്രത്തിൽ അത് ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. എന്നാലും നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതേ നോക്കിയാൽ പെട്ടെന്ന് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ച് അതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അങ്ങനെ ദേ നമ്മുടെ നൂഡിൽസ് കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനതേ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാട്ടോ. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാലേ ഒരു സവോള ദേ വളരെ ചെറുതാക്കിയിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു കപ്പിലേക്ക് ഈ അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 മുട്ട ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അതും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതേ നമ്മൾ നേരത്തെ നൂഡിൽസ് തയ്യാറാക്കിയിട്ടുള്ള അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മുട്ടയും കൂടി ഇട്ടിട്ട് അതിന് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ അതേ നമ്മുടെ മുട്ട അതേ കറക്റ്റായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ നൂഡിൽസ് ഇല്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ഇല്ലേ മൊസല്ല ചീസ് അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി യിപ്പി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.